മക്കളെ MS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ പാർട്ട് 1 ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ ഒരു പാർട്ട് 2 ആണ്. പാർട്ട് 2 തന്നെ അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പാർട്ട് 2 വീഡിയോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പാർട്ട് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് ഒക്കെ വരുന്നൊരു ഏരിയയാണ്. അത്യാവശ്യം നല്ല തിയറി നല്ല തറവായി പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് പാസ്സാകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൽ വരുന്നൊരു ഫസ്റ്റ് ഏരിയയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അത്യാവശ്യം ഭയങ്കര ടഫായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നന്നായി ആ തിയറി വൈസ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പാസ്സാകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മീനിങ് പഠിച്ച് വെക്കണം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ ആ ചാപ്റ്ററിൽ നോക്കി വയ്ക്കുക. പിന്നെ വേണ്ടതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെ. ക്യാപിറ്റൽ അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ട്രഡീഷണൽ ഫാക്ടേഴ്സും അതേപോലെ മോഡേൺ ടെക്നിക്സ് ആണ്. ഒരുപാട് ടെക്നിക്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് SI ആയിട്ട് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ആ ഒരു ക്വസ്റ്റ്യൻസ് നോക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കി വയ്ക്കേണ്ട ഏരിയയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, ദെൻ അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നുണ്ട് ആ ഒരു ഏരിയയിൽ. പിന്നെ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുക. ഈ ഒരു ഏരിയാസ് കവർ ചെയ്ത് നമ്മുടെ ഈ ഒരു പോർഷൻ അവിടെ കംപ്ലീറ്റ് ആയി. ദെൻ രണ്ടാമത് വരുന്ന ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു ഏരിയാസിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നോക്കി വെക്കാൻ പറ്റും. ഈ ഒരു ഏരിയാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തും പഠിക്കാം. പക്ഷെ ബാക്കി ഒരു ഏരിയാസ് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നോക്കുന്നവർ എന്തായാലും ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് നോക്കണം. അതിൻ്റെ ഒരു ഫങ്ഷൻസ് ആണ് നോക്കണം. പിന്നെ എന്താണ് മണി മാർക്കറ്റ്, ദെൻ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കി വെക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് ആളുണ്ട്. ആ ഒരു ഇൻസ്ട്രുമെന്റ്സ് നോക്കി വെക്കണം. പിന്നെ ലാസ്റ്റ് ഏരിയ നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നമുക്കറിയാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഉണ്ട്, ദെൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഉണ്ട്. ഇവരുടെ ഫങ്ഷൻസ് രണ്ടും നോക്കി വെക്കണം. ഈ ടൈപ്സിൽ ഈ ഒരു BSc NSC ടൈപ്സ് നോക്കി വെച്ച് ഏകദേശം ഈ ഒരു ചാപ്റ്ററുടെ കംപ്ലീറ്റ് ആയി. അടുത്ത് നമ്മൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഏറ്റവും വലിയ ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് അതിലൊരു 3 ക്വസ്റ്റ്യൻസ് ആയി ഡിവൈഡ് ചെയ്യാം. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഡെഫിനേഷൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനേഷൻ പഠിക്കണം. പിന്നെ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, അതൊക്കെ മിക്സ് ചെയ്ത് നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ വായിക്കേണ്ടതാണ്. മാർക്കറ്റിംഗ് മിക്സ് ആളുണ്ട്, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് മിക്സ് ആള്, പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, അങ്ങനെ ഒരു 4 പീസ് പഠിക്കേണ്ടതാണ് ഇതിൻ്റെ കൂടെ മാർക്കറ്റിംഗ് മിക്സ് ആയ. ദെൻ അതിൻ്റെ ഓരോ എലമെൻറ്റ്സും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. പിന്നെ നിങ്ങൾ ഇതിൽ നോക്കേണ്ടത് സെല്ലിങ്ങും മാർക്കറ്റിംഗ് നമ്മൾ ഡിഫറൻസ് പഠിച്ചു വെക്കണം. ഇതൊക്കെ കൂടാനായിട്ട് അവസാനം നോക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ 4ാമത്തെ അല്ലെങ്കിൽ അഥവാ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ 12ാമത്തെ ചാപ്റ്ററാണ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷന്. ഇതിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഈ ഒരു ഏരിയ മാത്രം നോക്കി പഠിച്ചാൽ മതി. എന്താണ് കൺസ്യൂമർ ആക്ട് എന്ന് പഠിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കി വെക്കുക. പിന്നെ റൈറ്റ്സ്, കൺസ്യൂമേഴ്സ് റൈറ്റ്സ് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് അറിയേണ്ട കാര്യം കസ്റ്റമർ ആരാണ്, കൺസ്യൂമർ ആരാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കി വെക്കണം. പലർക്കും അത് ഡൗട്ടാണ്, മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൺസ്യൂമേഴ്സ്, ഇത് കൂടാനായിട്ട് ഒരു 3 കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ഫോറംസ് ആണ്. സെൻട്രൽ, സ്റ്റേറ്റ്, ദെൻ ലോക്കൽ, ഡിസ്ട്രിക്ട് ഫോറംസ്. അങ്ങനെ ആ ഒരു 3 ഫോറം കൂടി നോക്കി വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ആയി.